കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എപ്പോഴും ഒരുപോലെ തയ്യാറാക്കാതെ വ്യത്യസ്തമായ ഒരു രുചിയിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല രുചിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന് വേണ്ട സാധനങ്ങൾ: ഞാൻ ഇടത്തരം 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇച്ചിരി മല്ലിയില, കുറച്ച് കറിവേപ്പില. 2 സവാളയിൽ 1 സവാള ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലവണ്ണം അരച്ചുകൊണ്ട് വരാം. എല്ലാം കൂടെ ഞാൻ അരച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാവുന്നത് വരെയും വെയിറ്റ് ചെയ്യും. എണ്ണ ചൂടാകുമ്പോൾ 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഉള്ളി നല്ല വാടി വരുന്നത് വരെയും വറുത്ത് കൊടുക്കണം. ഇതെപ്പോഴും ഉണ്ടാക്കണ പോലത്തെ എല്ലാ പതിവിനും വ്യത്യസ്തമായ നല്ലൊരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എല്ലാവരും ചെയ്തു നോക്കണം. സവാള നല്ലപോലെ വഴന്നു വരുന്നവരെയും നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കും. ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. തീ കുറച്ച ശേഷം അടച്ചു വെച്ച മസാല ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കും. മസാലയുടെ പച്ചമണം മാറി വരുന്നുണ്ട്. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവിന് പച്ചമുളക് ഇട്ടിരിക്കുന്നുണ്ട് ആണ് അങ്ങനെ ചെയ്ത്. 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി. ഇത്രയും ഇട്ട് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടി വഴറ്റിയെടുക്കും. പൊടികളുടെയും മസാലയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വറുത്ത് കൊടുക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയുടെയും പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെയും ഒന്നും കൂടി ഇളക്കി മൂപ്പിച്ച് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം തിളപ്പിക്കും.
നല്ലവണ്ണം തിളപ്പിക്കണം. ഗ്രേവി നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ 3 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും അരിഞ്ഞ് വെക്കണം. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ ശേഷം മുട്ട ഇട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും അരിപ്പത്തിരിയുടെ കൂടെയും പറോട്ടയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള കറിയാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും ഒരു ലൈക്കൊക്കെ തരുമ്പോഴാണ് നമുക്കിത് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനമാവുന്നത്. കമൻ്റൊന്നും ഇല്ലാതെ ഇരുന്നാൽ നമ്മൾ ഓർക്കും നമ്മുടെ ചാനൽ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബറും എൻ്റെ പാചകം കണ്ട് ലൈക്കും കമൻറ്റും എല്ലാം തരണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും സ്വന്തക്കാർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇത് വരുള്ളൂ. അല്ലെങ്കിൽ ചാനൽ നിർത്തി പോകണമെന്നൊരു തോന്നൽ വന്നു പോകുന്നു. ഞാൻ നല്ല വിശദീകരിച്ച് എല്ലാം ഒരേ ഇങ്ങനെ ഇടണമെന്നെല്ലാം നല്ല വിശദീകരിച്ചാണ് പറയുന്നത്. ബാച്ചിലേഴ്സിനും പാചകം തുടങ്ങുന്ന കൂട്ടുകാർക്കും എല്ലാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോന്നും പറയുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് അതേപടി കാണിച്ചും തരുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. നല്ല തിളച്ച് എണ്ണ തെളിയണ വരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. എണ്ണ വെളിച്ചെണ്ണ തീർന്നു പോയി. പാം ഓയിൽ ഇട്ടാൽ പതച്ച് വരും. അതുകൊണ്ടാണ് ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുത്തത്. നെയ്യ് ഇട്ടാൽ ടേസ്റ്റ് തന്നെ വരും. നല്ലപോലെ മൂപ്പിച്ച് നല്ല വഴറ്റി കൊടുക്കണം. മുട്ട വരഞ്ഞു കൊടുക്കണം. മുട്ട ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി എണ്ണ തെളിയുന്നത് വരെ മൂപ്പിച്ചുകൊണ്ടിരിക്കണം. നല്ല തെളിഞ്ഞു എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. മുട്ട ഇടുന്നത് കാണിക്കാൻ പോയപ്പോൾ വീഡിയോ ഓഫായിപ്പോയി. മുട്ട ഞാൻ ഇട്ട് കൊടുത്തു. നല്ലവണ്ണം വരഞ്ഞ മുട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി നേരം അടച്ചു വെക്കാം. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഇത്രയും ഗ്രേവി മതി. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം.
നല്ല രുചിയുള്ള മുട്ടക്കറി ഇവിടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കുക. ഇത് നോക്കണേ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും തരണേ. നല്ല രുചിയും ടേസ്റ്റുമുള്ള മുട്ടക്കറിയാണിത്.